ഇന്നലെ നമ്മൾ കണ്ട ഏറ്റവും ഞെട്ടിക്കുന്നൊരു കാഴ്ച എന്ന് പറയുന്നതാണല്ലോ ഈ ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടുന്ന നടൻ ഷൈൻ ടോം ചാക്കോയുടെ ദൃശ്യങ്ങൾ. പക്ഷേ ആ പരിശോധനയിൽ ഡാൻസ് ഓഫ് സംഘത്തിന് മുറിയിൽ നിന്ന് ലഹരി മരുന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്തിനാണ് ഷൈൻ ഇറങ്ങി ഓടിയത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതിന് മറുപടി കിട്ടേണ്ടതുണ്ട്. ഏതായാലും പോലീസ് ഈ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഷൈനെതിരെ തൽക്കാലം കേസെടുക്കില്ല. കാരണം വെച്ചാൽ വേറൊന്നുമല്ല, ഈ ഹോട്ടലിൽ നിന്ന് മുറിയിൽ നിന്ന് ലഹരി വസ്തുക്കളൊന്നും കണ്ടെടുത്തിട്ടില്ല, ഒരു പരാതിയും ലഭിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ കേസെടുക്കാൻ പറ്റില്ല. പക്ഷേ പരാതി ലഭിക്കുകയോ അല്ലെങ്കിൽ മറ്റു തെളിവുകൾ കിട്ടുകയോ ചെയ്താൽ കേസെടുക്കും. ഏതായാലും ഇയാളെ വിളിച്ചു വരുത്താൻ നോട്ടീസ് നൽകാൻ വേണ്ടി പോവുകയാണ്. എന്തിനാണ് ഇറങ്ങി ഓടിയത്, ലഹരി അടിച്ചിട്ട് ഇറങ്ങി ഓടിയതാണോ എന്നതടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. വിവരങ്ങളുമായി അർച്ചന കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നതെന്ന്, ഈ സംഭവം മുന്നോട്ട് പോകുന്നതെന്ന്, അതിന്റെ തുടർ നടപടികൾ ഏത് രൂപത്തിലൊക്കെ ആയിരിക്കുമെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അതുമാത്രമല്ല, താരസംഘടനയായ അമ്മ ഒരു അന്വേഷണ സമിതിയെ നിയോഗിച്ചിരുന്നു. അവരുടെ റിപ്പോർട്ട് ഒരു പക്ഷേ ഇന്ന് കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ അർച്ചന കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അർച്ചന, ഗുഡ് മോർണിംഗ്. ഈ നടൻ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയ ദൃശ്യങ്ങൾ നമ്മൾ അത്ഭുതത്തോടെയാണ് കണ്ടുനിന്നത്. ഒരുപക്ഷെ ഡ്യൂപ്പില്ലാതെ ഷൈനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ ഇതാദ്യമായിട്ട് കാണുന്നതായിരിക്കാം. കാരണം 3-ാം നിലയിൽ നിന്ന് എടുത്ത് ജനാലയിലൂടെ 2-ാം നിലയിലേക്ക് ചാടുന്നു, അവിടെ നിന്ന് വീണ്ടും എടുത്ത് റോഡിലോട്ട് ചാടുന്നു. അങ്ങനെ അത്ഭുതകരമായ ഒരു കാഴ്ചയായിരുന്നു. ഈ മുറിയിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ കേസെടുക്കാൻ മാർഗമില്ല, അത് നമുക്കറിയാം. പക്ഷേ എന്തിനാണ് ഇയാൾ ഇറങ്ങി ഓടിയത് ഈ പരിശോധനയ്ക്കായി അന്വേഷണ സംഘം വന്നപ്പോൾ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. അപ്പോൾ പോലീസ് നോട്ടീസ് നൽകാൻ പോവുകയാണോ, ഇയാളെ വിളിച്ചു വരുത്താൻ പോവുകയാണോ? മനു, ഗുഡ് മോർണിംഗ്. തീർച്ചയായും അന്വേഷണ സംഘത്തിന്റെ നീക്കം അത് തന്നെയാണ്. ഷൈൻ ടോം ചാക്കോനെ വിളിച്ചു വരുത്തി വിശദമായി ഈ കാര്യങ്ങൾ ചോദിച്ചറിയാൻ തന്നെയാണ് തീരുമാനം. എന്തിനാണ് അന്ന് ഈ സംഘം അവിടെ എത്തിയപ്പോൾ ഷൈൻ ടോം ചാക്കോ ഇത്തരത്തിൽ ഇറങ്ങി ഓടിയതെന്ന് സംബന്ധിച്ച് വ്യക്തത തേടാനാണ് പോലീസിന്റെ നീക്കം. അതിലൊരു ഗൂഢാലോചന കൂടി ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അത് സംബന്ധിച്ചാണ് പരിശോധന നടക്കാനുള്ളത്. അതേസമയം തന്നെ ഈ ലഹരി ഉപയോഗിച്ചതിനോ അല്ലെങ്കിൽ റൂമിൽ നിന്ന് ലഹരി പിടിച്ചതിനോ യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം കേസ് എടുത്തേക്കില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ പരാതിയോ അല്ലെങ്കിൽ തെളിവോ ലഭിച്ചാൽ ഉറപ്പായും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസ് കേസെടുക്കും. നിലവിൽ തൽക്കാലം കേസെടുക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. കാരണം അത്തരം വകുപ്പുകൾ ചുമത്താനുള്ള യാതൊരു തെളിവുകളും നിലവിൽ ലഭിച്ചിട്ടില്ല. അത്തരം തെളിവുകൾ ലഭിച്ചാൽ ഉറപ്പായും ഷൈൻ ടോം ചാക്കോനെതിരെ വൈകാതെ തന്നെ കേസെടുക്കും. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് പോലീസ് എത്തിയപ്പോൾ എന്തിന് ഷൈൻ ടോം ചാക്കോ ഇത്തരത്തിൽ ജനാല വഴി ഇത്തരത്തിൽ 3-ാം നിലയിൽ നിന്ന് ഇറങ്ങി ഓടി എന്നത് സംബന്ധിച്ച് വ്യക്തത തേടും. അതെന്തിനായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചറിയുക. മാത്രമല്ല അന്ന് മുതൽ ഷൈൻ ടോം ചാക്കോനെ ആരും കണ്ടിട്ടുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ കൂടി പോലീസ് നടത്തുന്നുണ്ട്. അതിൻ്റെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി ഓടുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം നേരെ പോയത് എങ്ങോട്ടാണെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. അന്ന് എവിടെയൊക്കെ പോയെന്നടക്കമുള്ള CCTV ദൃശ്യങ്ങളാണ് നിലവിൽ പോലീസ് എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചു വരുന്നത്. അത്തരത്തിൽ വിശദമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അതേസമയം തന്നെ തൽക്കാലം കേസ് എടുക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഉടൻ തന്നെ ഇത്തരത്തിൽ നോട്ടീസ് നൽകി ഷൈൻ ടോം ചാക്കോനെ വിളിപ്പിച്ച് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിശദമായി ചോദിച്ചറിയാൻ തന്നെയാണ് തീരുമാനം. അതേസമയം തന്നെ ഷൈൻ ടോം ചാക്കോനെതിരെ മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച് ഇപ്പോൾ ഈ മുറിയിൽ നിന്ന് ഡാൻസ് ഓഫ് സംഘത്തിൽ ഒന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വസ്തുതയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ ഷൈൻ ടോം ആ റൂമിൽ നിന്ന് ഇത്ര സാഹസപ്പെട്ട് ചാടി ഓടിയത്? ജനാല വഴിയൊക്കെ ചാടി ഓടേണ്ട സാഹചര്യമുണ്ടോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ ചാട്ടവും ഓട്ടവും ഒന്നും അത്ര നിഷ്കളങ്കമല്ല, എന്തോ മറച്ചു പിടിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഒരു ഡാൻസ് ഓഫ് സംഘം വരുമ്പോൾ ജനാലയിലൂടെയൊക്കെ 3-ാം നിലയിൽ നിന്നൊക്കെ ജീവൻ പണയം വെച്ച് പോലും എടുത്തു ചാടി ഓടേണ്ടി വരുന്നത്. അപ്പോൾ ആ അസ്വാഭാവികതയിൽ പോലീസിൻ്റെ അന്വേഷണം വേണ്ടതല്ലേ? അതിനെക്കുറിച്ച് അവർ പറയുന്നത് എന്താണ്? തീർച്ചയായും മനു, അത് തന്നെയാണ് ഇത്തരത്തിൽ നോട്ടീസ് നൽകി വിളിപ്പിച്ച ഉടൻ അക്കാര്യങ്ങളിൽ വിശദീകരണം തേടാൻ തീരുമാനിച്ചത്. അതിൽ പ്രധാനമായും ഈ മേക്കപ്പ് മാനും ഒപ്പം ഷൈൻ ടോം ചാക്കോ ആയിരുന്നു ഈ മുറിയിലുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഡാൻസ് ഓഫ് സംഘം ഈ ഹോട്ടലിൽ ചില സ്വകാര്യ ഹോട്ടലിൽ എത്തിയെന്ന വിവരം ഷൈൻ ടോം ചാക്കോന് അറിയാമായിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഉടൻ തന്നെ ഈ മുറിയുടെ ബാക്ക് സൈഡിലൂടെ അദ്ദേഹം ചാടി 3-ാം നിലയിൽ നിന്ന് ചാടി ഇത്തരത്തിൽ 2-ാം നിലയിലെത്തി അങ്ങനെ ജനാല വഴിയെല്ലാം തന്നെ പുറത്തേക്ക് ഓടുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ അടക്കമാണ് നമ്മൾ കണ്ടത്. മാത്രമല്ല പിന്നീട്
മാനാണ് ഈ ഡാൻസ് ഓഫ് സംഘത്തിന് മുറി തുറന്നു നൽകിയത്. അപ്പോൾ തന്നെ ഡാൻസ് ഓഫ് സംഘം മൊത്തം പരിശോധിക്കുകയും ഈ മേക്കപ്പ് മാനെയും ഒപ്പം ആ മുറിയെല്ലാം തന്നെ പരിശോധിക്കുകയും ചെയ്തു. എന്നാൽ ലഹരി ഉൽപ്പന്നങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ നിന്നും ഷൈൻ ടോം ചാക്കോ എന്തിനാണ് ഇറങ്ങി ഓടിയതെന്ന ചോദ്യം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. അതിലൊരു ദുരൂഹതയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിനും വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തിന് ഇത്തരത്തിൽ പോലീസിനെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഈ ഡാൻസ് ഓഫ് സംഘത്തിനെ കണ്ടപ്പോൾ ഈ കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ നിന്നും ഇത്രയും സാഹസികമായി ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടി എന്നത് സംബന്ധിച്ച് എന്തായാലും വ്യക്തത വരേണ്ടതുണ്ട്. അതുതന്നെയാണ് പോലീസിന് കൃത്യമായി അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നോട്ടീസ് നൽകി ഉടൻ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് പോലീസിന്റെ നീക്കം. മാത്രമല്ല അവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്, അതിൽ വ്യക്തത വരുത്തണം, അത് നമുക്ക് അത്യാവശ്യമാണ്. അർച്ചന, ഇവിടെ നോക്കൂ, ഈ സംഭവം ഉണ്ടായതിനു ശേഷം, ഇത്രയും വലിയ വിവാദ നായകനായതിനു ശേഷം ഷൈൻ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ എവിടെയോ മറഞ്ഞിരുന്ന് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളൊക്കെ കണ്ടിരുന്നില്ലേ? ശുചിമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന വീഡിയോയൊക്കെ വെച്ചിട്ട് പരിഹസിക്കുകയാണ് ഈ പൊതുസമൂഹത്തെ. അയാളിവിടെ കാണിച്ചു വെച്ചിട്ട് പോയത് എന്താണ്? ഏതായാലും ഒരു വിപ്ലവകരമായ കാര്യമൊന്നും അല്ലല്ലോ ചെയ്തിട്ട് പോയത്. ഒരു മുറിയിൽ നിന്ന് ചാടി ഇറങ്ങി ഓടുകയായിരുന്നു. അപ്പോൾ ഈ ഇത്രയൊക്കെ ചെയ്തു വച്ചതും പോരാ, പൊതുസമൂഹത്തെ ഒളിച്ചിരുന്ന് പരിഹസിക്കുന്നു. അപ്പോൾ ഇത് ചില്ലറ കാര്യമല്ല നടന്നുകൊണ്ടിരിക്കേണ്ടത്. അതിൻ്റെതായ ഗൗരവം നമുക്കിവിടെ അന്വേഷണ നടപടികളിൽ കാണാൻ കഴിയുന്നുണ്ടോ? മനു, തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിരുന്നു. കാരണം ഇത്തരത്തിൽ പോലീസിനെയും ഒപ്പം തന്നെ അന്വേഷിക്കുന്നവരെല്ലാം തന്നെ പരിഹസിച്ചുകൊണ്ടാണ് ഷൈൻ ടോം ചാക്കോ ഇത്തരത്തിൽ ഇൻസ്റ്റഗ്രാമിലടക്കം പോസ്റ്റ് ചെയ്യുന്നത്. ഇന്നലെ അദ്ദേഹം അവസാനമായി പോസ്റ്റ് ചെയ്തത് ഇത്തരത്തിൽ ശുചിമുറിയിലേക്ക് ഓടിക്കയറുന്നതാണ്. അത്തരത്തിൽ അപ്പോൾ തന്നെ തിരിച്ചിറങ്ങുന്നു. അങ്ങനെ താൻ എവിടെയെന്ന് ചോദിക്കുന്നവരങ്ങനെ പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ പോസ്റ്റുകൾ ഇടുന്നത്. മാത്രമല്ല പോലീസിനെയും ഒപ്പം മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ പരിഹസിച്ചുകൊണ്ടും അവരെ എല്ലാം തന്നെ ടാഗ് ചെയ്തുകൊണ്ടുമാണ് അദ്ദേഹം ഇത്തരത്തിൽ പോസ്റ്റുകൾ ഇടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല നേരത്തെ തന്നെ ഇത്തരത്തിൽ ഷൈൻ ടോം ചാക്കോനെതിരെ നിരവധിയായ പരാതികൾ വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ പല ലഹരി കേസുകളിലും അദ്ദേഹം പ്രതിയായിട്ടുണ്ട്. ആ സംഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ എന്തുകൊണ്ട് ഈ ഡാൻസ് ഓഫ് സംഘം എത്തിയപ്പോൾ ഷൈൻ ടോം ചാക്കോ ഇത്തരത്തിൽ ഇറങ്ങി ഓടി എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് എന്തായാലും വ്യക്തത തേടുന്നത്. അതിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത്. കാരണം ഈ സംഘം എത്തിയത് അറിഞ്ഞു തന്നെയാണ് ഷൈൻ ടോം ചാക്കോ ഈ മുറിയിൽ നിന്നും മേക്കപ്പ് മാനെ മുറിയിൽ ആക്കി ഇത്തരത്തിൽ ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ചോദിച്ചറിയും. അന്ന് ഷൈൻ ടോം ചാക്കോ ഈ ഹോട്ടലിൽ എത്തിയത് അത്തരത്തിൽ എന്തെങ്കിലും ഇടപാടുമായി ബന്ധപ്പെട്ടാണെന്ന കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കും. ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ എവിടെയുണ്ട് എന്നതിനെ കുറിച്ച് പോലീസിന് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? ഇപ്പോൾ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. ചിലർ പറയുന്നു കേരളം വിട്ടുപോയെന്ന് പറയുന്നു എന്നൊക്കെ തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോ കേരളത്തിലുണ്ടോ? പോലീസ് അതിനെക്കുറിച്ച് നൽകുന്ന സ്ഥിരീകരണം എന്താണ്? എന്തായാലും കേരളം വിട്ടുപോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ച് പോലീസ് വ്യക്തത തന്നിട്ടില്ല. കാരണം ഉടൻ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്ന കാര്യം മാത്രമാണ് പോലീസ് പറയുന്നത്. അത് ഇത്തരം ചോദ്യം ചെയ്യൽ അല്ല, ഇതിലൊരു വിശദീകരണം തേടുക, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇറങ്ങിപ്പോയതെന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരണം തേടുക, അതിനായി നോട്ടീസ് നൽകി ഉടൻ വിളിപ്പിക്കുമെന്നാണ് പോലീസ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത്. എന്നാൽ ഷൈൻ ടോം ചാക്കോ എവിടെയെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. കാരണം നിരവധിയായ പരാതികൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഷൈൻ ടോം ചാക്കോനെ തന്നെ ഉടൻ വിളിപ്പിച്ച് ഇത്തരത്തിൽ കാര്യങ്ങൾ വ്യക്തത തേടേണ്ടതുണ്ട്. കാരണം പല ദുരൂഹതകൾ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഷൈൻ ടോം ചാക്കോ എവിടെയാണെന്ന ചോദ്യം ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. എന്തായാലും കേരളം വിട്ടുപോയിട്ടില്ല എന്നടക്കമുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട്. എന്തായാലും എവിടെയാണ് ഷൈൻ ടോം ചാക്കോ എന്താണ് ഇപ്പോൾ പൊതുസമൂഹം ചോദിക്കുന്നത്. എന്തായാലും വലിയ വിമർശനം അദ്ദേഹത്തിനെതിരെ വരുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ ഇത്തരത്തിൽ ലഹരി കേസുമായി ബന്ധപ്പെട്ട് പല ഈ കോണുകളിൽ നിന്നും പരാതികൾ ഉയർന്നിരുന്നു. സിനിമാ മേഖലയിൽ നിന്നടക്കം ഇത്തരത്തിൽ പരാതികൾ ഉയർന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പരിശോധനയ്ക്ക് എത്തിയ പോലീസിനെ കണ്ടപ്പോൾ ഷൈൻ ടോം ചാക്കോ അതിസാഹസികമായി ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകുന്നത്. എന്തായാലും അതുകൊണ്ട് കൃത്യമായി ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അർച്ചന. നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ കേസ് ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയ സംഭവം ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയുടെ പേര് പറഞ്ഞു കേട്ടിരുന്നു. നമ്മളൊന്നും അന്ന് ആ രീതിയിൽ ആ വാർത്ത നൽകിയിരുന്നില്ല. കാരണം ഒരു വ്യക്തതയില്ലാതെ നമുക്കത് കൊടുക്കാൻ കഴിയില്ല എന്ന ഒരു മാന്യതയുടെ പുറത്ത് നമ്മൾ അന്നത് ആ രീതിയിൽ വാർത്ത നൽകിയിരുന്നില്ല. പക്ഷേ പിന്നീട് അതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണം വന്നപ്പോൾ നമ്മൾ വാർത്ത നൽകുകയും ചെയ്തു. അപ്പോൾ സമീപകാലത്ത് എത്രയോ തവണ ഷൈനെ ഇങ്ങനെ ആരോപണ വിധേയനായി പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇനി പോലീസിന്റെ നടപടികളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. സിനിമാ മേഖലയിൽ അവർ ഈ വിഷയത്തെ സമീപിക്കുന്നത് എങ്ങനെയാണ്? അമ്മയൊരു അന്വേഷണ സമിതിയൊക്കെ നിയോഗിച്ചിരുന്നല്ലോ. അവരുടെ റിപ്പോർട്ട് ഇപ്പോൾ വിൻസിയുടെ പരാതിയിൽ, അപ്പോൾ അവരുടെ റിപ്പോർട്ട് ഉടനെ കൈമാറാനുള്ള സാധ്യതയുണ്ടോ? അതിനെക്കുറിച്ച് സിനിമാ ലോകം വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഫിലിം ചേംബറിന്റെ മുൻപിൽ പരാതിയുണ്ട്, അമ്മയുടെ മുന്നിൽ പരാതിയുണ്ട്. വിലക്കോ അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നടപടികൾ ഷൈനെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ?
തീർച്ചയായും അത്തരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോകുമെന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ച് ഈ ചില സൂചനകളും ഈ താരസംഘടനയിൽ നിന്നും വ്യക്തമാക്കുന്നുമുണ്ട്. എന്തായാലും ഈ താരസംഘടനയായ അമ്മ ഇന്ന് തന്നെ അതിലൊരു തീരുമാനം എടുക്കുമെന്നാണ് അറിയുന്നത്. ഷൈൻ ടോം ചാക്കോ ഇത്തരത്തിൽ വ്യാപകമായി ലഹരി ഉപയോഗിക്കുന്നു എന്നടക്കമുള്ള പരാതികൾ നേരത്തെ തന്നെ ഈ അമ്മ സംഘടനയിൽ ലഭിച്ചതാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഒരു നടി കൂടി ഇത്തരത്തിൽ സെറ്റിൽ നിന്ന് മോശമായി പെരുമാറിയെന്ന് പരാതി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടിയുമായി ഈ താരത്തിനെതിരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ അമ്മ സംഘടനയിലെ ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് ഇന്ന് തന്നെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് അതിലൊരു തീരുമാനം എടുക്കാനാണ് സാധ്യത. അതേസമയം തന്നെ ഫിലിം ചേംബറിനും ഈ നടി പരാതി നൽകിയിട്ടുണ്ട്. ഈ ഫിലിം ചേംബറിൽ നിന്ന് പേര് പുറത്തു പോയതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ നടി ഇത്തരത്തിൽ തൻ്റെ സ്വകാര്യത മാനിച്ചില്ല നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഫിലിം ചേംബറിൽ ലഭിച്ച പരാതിയിലും ഉടൻ നടപടി ഉണ്ടാകും. ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ നിന്ന് ഷൈൻ ടോം ചാക്കോനെ വിലക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടുത്ത നടപടിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടി എന്തായാലും മുന്നിലുണ്ട്. തിങ്കളാഴ്ചയാണ് ഫിലിം ചേംബർ യോഗം ചേർന്നത്. ആ തിങ്കളാഴ്ചയായിരിക്കും എന്തായാലും ഈ ഷൈൻ ടോം ചാക്കോയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും തീരുമാനമെടുക്കുക. നേരത്തെ തന്നെ ഇത്തരത്തിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ആരാണോ സെറ്റിൽ പ്രവർത്തിക്കുന്നത് അവർക്കെതിരെ ഇത്തരത്തിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഈ താരസംഘടനയും ഒപ്പം മറ്റ് സംഘടനകൾ സിനിമാ സംഘടനകളെല്ലാം തന്നെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഈ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വരുന്ന നടപടി, അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.